നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. സിപിഎമ്മിനും എൽഡിഎഫ് സർക്കാരിനുമെതിരെ നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ സിപിഎം താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം നടത്തി. ഏരിയ സെക്രട്ടറി എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. എം.വി. മുകേഷ്, എൻ.എ. പീതാംബരൻ, കെ.എ. ബഷീർ, ടി.വി. മദനമോഹനൻ മാസ്റ്റർ, സീനത്ത് മുഹമ്മദ് അലി, വി.എം. കരീം മാസ്റ്റർ, ടി.വി. പ്രദീപ്, പി.ബി. അനിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം അന്തിക്കാട് ശ്രീ കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് ഇ.ജി. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി ടി.ജെ. സെബിൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അന്തിക്കാട് കൃഷി ഓഫീസർ ശ്വേത കെ.എസ്., സുധീർ പാടൂർ എന്നിവർ സംസാരിച്ചു. കോവിലകം പടവിലെ 63ഓളം കർഷകർ അന്തിക്കാട് പാടശേഖരം കമ്മിറ്റിയുടെ കീഴിൽ ചേർന്നതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളും പരിസരവും വൃത്തിയാക്കി. സ്വച്ഛ് ഹി സേവ എന്ന NSS പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. ചാഴൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി ഉദ്ഘാടനം ചെയ്തു. 5ാം വാർഡംഗം KV ഇന്ദുലാൽ, PTA പ്രസിഡന്റ് കവിത കൃഷ്ണൻ, പ്രധാനാധ്യാപിക KS സിനി, NSS പ്രോഗ്രാം ഓഫീസർ ഷൈനി, അധ്യാപകരായ ES ആദിത്യ, ഹേന ബാബു, PS ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ UP സ്കൂളിൽ തുടങ്ങിയ ജീവൻ ജീവന്റെ ജീവൻ പദ്ധതി 16 വർഷം പിന്നിടുമ്പോൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയും തൃത്തല്ലൂരിലെ കുട്ടികളും നമ്മെ പഠിപ്പിച്ചു തരുന്നത് വലിയൊരു സ്നേഹത്തിന്റെ പാഠമാണ്. ഇതുവരെ മണിക്കുട്ടിയുടെ പരമ്പരയിൽ പിറന്ന 56 ആട്ടിൻകുട്ടികളെ സ്നേഹിച്ച് വളർത്താൻ ഗോട്ട് ക്ലബ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിറന്ന 2 മക്കൾ കൂടിയാകുമ്പോൾ അത് 58 ആവും. TN പ്രതാപൻ നാട്ടിക MLA ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് സഹപാഠികളായിരുന്ന സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PD സുരേഷും അന്നത്തെ നാട്ടിക നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ KS ദീപനും ചേർന്ന് ജീവൻ നൽകിയപ്പോൾ അതിൻ്റെ പേര് ജീവൻ ജീവന്റെ ജീവനായി. പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി പദ്ധതിയെ കേരള മോഡൽ പ്രൊജക്റ്റായി ഏറ്റെടുക്കുകയുണ്ടായി. സ്കൂൾ ഔഷധത്തോട്ടത്തിൽ താമസിപ്പിച്ച് സ്കൂൾ ബാഗിൽ മണിക്കുട്ടിക്കായി കരുതി കൊണ്ടുവന്ന ഒരു പിടി പുല്ലും 10 പ്ലാവിലയും നൽകി കുട്ടികൾ ഓമനിച്ച് വളർത്തി വലുതാക്കിയ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിക്ക് ഇന്ന് 13 തലമുറയായി. സ്നേഹത്തിന്റെ തലമുറ 2008 ആഗസ്റ്റിൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓരോ തലമുറയിലെയും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്ന ഗോട്ട് ക്ലബ് അംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക. ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടികളെ സ്കൂളിലേക്ക് നൽകണം. ഇവയെ ഗോട്ട് ക്ലബിലെ സഹപാഠികൾക്ക് നൽകും. അങ്ങനെയാണ് പദ്ധതി തുടർന്നു പോകുന്നത്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് 2008 കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി. സ്കൂൾ ജീവന്റെ ജീവൻ ക്ലബ്ബ് കൺവീനർ വി ഉഷാകുമാരിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടന്നുവരുന്നത്. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ദേവനന്ദ ജീവന്റെ ജീവനായി വളർത്തിയ മിന്നൂട്ടിയെയാണ് 2 മക്കളെ പ്രസവിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദേവനന്ദയ്ക്ക് നറുക്കെടുപ്പിലൂടെ മിന്നൂട്ടിയെ കിട്ടിയത്. സ്കൂൾ അധികൃതർ മിന്നൂട്ടിയുടെ മക്കളെ കാണാനെത്തി. ചടങ്ങിൽ വെച്ച് ദേവനന്ദ മിന്നൂട്ടിയുടെ മക്കൾക്ക് പേരിട്ടു ടുട്ടുവും മിട്ടുവും. ചടങ്ങിൽ ജീവൻ ജീവന്റെ ജീവൻ ക്ലബ്ബ് സ്ഥാപക കൺവീനർ KS ദീപൻ, പ്രധാനാധ്യാപിക KG റാണി, സ്കൂൾ ജീവന്റെ ജീവൻ കൺവീനർ വി ഉഷാകുമാരി, വലപ്പാട് ഉപജില്ല വികസന സമിതി കൺവീനർ P ശ്രീജ മൗസമി, PK ഷീബ, അജിത് പ്രേം P എന്നിവർ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ഔഷധ ഗുണമുള്ള കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ കൃഷി ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലിലി ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷക ശോഭിക രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ആന്റണി തെക്കത്ത്, ദ്രുമ ശിവദാസ്, ജോയ്സി ജോണി, ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. തരിച്ചു കിടക്കുന്ന 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 24,000 തൈകൾ കൃഷിക്കായി എത്തിയിട്ടുണ്ട്. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.